വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി രാജ്യ തലസ്ഥാനത്ത് നടത്തുന്ന സമരത്തിനിടെ നാടകീയ സംഭവങ്ങളാണ് ഉണ്ടായത്. രാവിലെ വിദ്യാർത്ഥികൾ നടത്തിയ പാർലമെന്റ് മാർച്ചിനിടെ ഉണ്ടായ സംഘർഷത്തിന് പിന്നാലെ ജന്തർ മന്ദറിലെ സമരപ്പന്തൽ പോലീസ് പൊളിച്ചു നീക്കി. കേന്ദ്രമന്ത്രി JP നദ്ദയുമായി CJP നേതാക്കൾ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് പന്തൽ പൊളിച്ചത്. പന്തൽ പൊളിച്ചിട്ടും പ്രതിഷേധം ജന്തർ മന്ദറിൽ തുടരുകയാണ്. അതിനിടെ രാവിലത്തെ പോലീസ് അതിക്രമത്തിൽ പരിക്കേറ്റ 60 വിദ്യാർത്ഥികളാണ് ചികിത്സ തേടിയത്. വിഷ്ണു പ്രസാദ് ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, ഇതുവരെ സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ വളരെ നാടകീയമായ സംഭവങ്ങളാണ് ഉണ്ടായത്. വലിയ പ്രതിഷേധമാണ് സംഭവിച്ചത്. അതിപ്പോഴും അവിടെ തുടരുകയാണ്, ഇനിയും തുടരും എന്ന് തന്നെയാണ് അറിയിച്ചത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം അനുസരിച്ച് ജന്തർ മന്ദറിലെ വേദി തിരിച്ചു പിടിച്ചിട്ടുണ്ടല്ലേ? തീർച്ചയായും ഡൽഹിയിലെ ജന്തർ മന്ദറിൽ ഉണ്ടായിരുന്ന വേദി വൈകിട്ട് 3:30 കൂടിയാണ് പോലീസ് പൂർണ്ണമായി പൊളിച്ചു നീക്കിയത്. വിദ്യാർത്ഥികൾ ആ സമയം പാർലമെന്റ് മാർച്ചിന് വേണ്ടി കുറച്ച് അപ്പുറത്തായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് പോലീസ് ഇരച്ചു കയറി ഈ വേദി പൂർണ്ണമായി പൊളിച്ചു നീക്കുകയായിരുന്നു. ആ വേദിയാണ് ഇപ്പോൾ എന്തായാലും കോക്രോച്ച് ജനതാ പാർട്ടി പ്രവർത്തകർ തിരിച്ചു പിടിച്ചിരിക്കുന്നത്. തകർക്കപ്പെട്ട വേദി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും. അതിന്റെ പിന്നിലുണ്ടായിരുന്ന തുണിയും എല്ലാം കീറി മാറ്റി. അതോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന സ്പീക്കർ സിസ്റ്റം പോലീസ് തകർത്ത് കളഞ്ഞു. കൂടാതെ വിദ്യാർത്ഥി സംഘടനകൾ ഇവിടെ കെട്ടിയിരുന്ന പന്തലുകൾ തകർത്തു. അതോടൊപ്പം ഇവിടെ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി ഇവിടുത്തെ വിദ്യാർത്ഥികൾ കെട്ടിയിരുന്ന ഒരു പന്തൽ അതും തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ എല്ലാ തകർത്തതും തിരിച്ചു പിടിക്കുകയാണ്. പോലീസിന്റെ കാവലുണ്ടായിരുന്നു, നിരോധനാജ്ഞയുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം മറികടന്നുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ഒരു നീക്കം ഉണ്ടായത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ ഈ തകർക്കപ്പെട്ട പന്തലുകളെല്ലാം തന്നെ ഇപ്പോൾ വിദ്യാർത്ഥികൾ ഇനി ഒരു പക്ഷേ തിരിച്ച് വീണ്ടും നിർമ്മിച്ചേക്കും. എന്തായാലും അതിന്റെ ആദ്യ പടിയെന്നോളം കനത്ത പോലീസ് കാവൽ മറികടന്നുകൊണ്ട് വിദ്യാർത്ഥികൾ ജന്തർ മന്ദറിലെ സമരപ്പന്തൽ തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. നാളെ ഇനി എന്തായിരിക്കും സമരത്തിന്റെ അടുത്ത ഘട്ടം എന്നത് സംബന്ധിച്ച് കോക്രോച്ച് ജനതാ പാർട്ടി പ്രവർത്തകരും നേതാക്കളും തന്നെ ഒരു പ്രഖ്യാപനം നടത്തേണ്ടതുണ്ട്. പക്ഷെ അതിന് മുന്നോടിയായി എവിടെ നിന്നാണോ ഇവർക്ക് നഷ്ടമായത് അവിടെ തന്നെ ആദ്യം തിരിച്ചു പിടിക്കുന്ന ഒരു നിലയിലേക്ക് എന്തായാലും കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അഭിജിത്ത് ദീപ്കെ ഉൾപ്പെടെയുള്ള CJP നേതാക്കൾ ഇവിടെയുണ്ട്. ഒപ്പം തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികളും ജന്തർ മന്ദറിൽ ഈ രാത്രിയും തുടരുകയാണ്. പ്രതികൂല കാലാവസ്ഥയായിരുന്നു ഇന്ന് പകലുണ്ടായിരുന്നത്. പലപ്പോഴും മഴയായിരുന്നു സമരത്തിനൊരു വെല്ലുവിളി സൃഷ്ടിച്ചതെങ്കിൽ രാത്രി മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. അതെല്ലാം അവഗണിച്ചുകൊണ്ട് ഒരു മഴ വന്നാൽ ഒന്ന് കയറി നിൽക്കാൻ ഒരു കൂര പോലും ഇല്ലാത്ത ജന്തർ മന്ദർ വീണ്ടും തിരിച്ചു പിടിച്ചിരിക്കുകയാണ് വിദ്യാർത്ഥികളും. അതോടൊപ്പം തന്നെ CJPയും. എന്തായാലും ഇന്ന് നടത്തിയ പോലീസിന്റെ നടപടിയിൽ 60-ലേറെ വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റിട്ടുള്ളത് എന്നാണ് RML ആശുപത്രി നൽകുന്ന വിവരം. 25 പേർ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. ഒരാളുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നുണ്ട് എന്നാണ് ആശുപത്രി വൃത്തങ്ങൾ നൽകുന്ന സമരപ്പന്തൽ പൊളിച്ചു മാറ്റുക എന്നുള്ളത് അത് ഇന്നത്തെ പോലീസ് നടപടിയിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു അവരുടെ നടപടി കൂടിയാണ്. അതിലാണ് ഇപ്പോൾ ഇത്രത്തോളം പോലീസുകാരെ മറികടന്നുകൊണ്ട് അവർ ആ വേദി തിരിച്ചു പിടിച്ചിരിക്കുന്നത്. അപ്പോൾ പോലീസ് ഒരു സംയമനം പാലിച്ച് തന്നെ ഇപ്പോൾ നിൽക്കുകയാണോ? കൂടുതൽ നടപടികളിലേക്ക് കടന്നാൽ ഇനി മുൻപത്തേതുപോലെ വലിയ പ്രശ്നത്തിലേക്ക് പോകും എന്നുള്ളൊരു ബോധ്യം അതിപ്പോൾ പോലീസിനൊപ്പം കേന്ദ്രത്തിനും തന്നെ തോന്നി തുടങ്ങിയിട്ടില്ലേ? തീർച്ചയായും ഞാൻ ഒരു ദൃശ്യം കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. രാത്രിയാണ്, ഇവിടുത്തെ വൈദ്യുതി എല്ലാം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇപ്പോൾ എന്തായാലും ജന്തർ മന്ദറിലുണ്ട്. ഇവർക്ക് കൺമുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് CJP പ്രവർത്തകർ ഈ വേദി പിടിച്ചെടുത്തിട്ടുള്ളത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾ വലിയ തോതിൽ വലിയ എണ്ണത്തിൽ കൂടുതലുള്ള വിദ്യാർത്ഥികൾ ഇവിടെ എത്തിയതോടെ പോലീസ് നിസ്സഹായരായി മാറുകയായിരുന്നു. എന്തായാലും വേദി തിരിച്ചു പിടിച്ചതിൻ്റെ ഒരു ആഹ്ലാദം പങ്കുവെക്കുകയാണ് ഇപ്പോഴെന്തായാലും CJP പ്രവർത്തകർ. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികൾ അവരുടെ സന്തോഷം പങ്കുവെക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും തകർക്കപ്പെട്ട വേദിക്ക് മുൻപിൽ അഭിജിത്ത് ദീപ്കെ ഉൾപ്പെടെയുള്ള CJP പ്രവർത്തകരും നേതാക്കളും നിരന്നു നിൽക്കുന്നുണ്ട്. അവർ ആ ഒരു സന്തോഷം പങ്കുവെക്കുകയാണ്. ഇവിടെ തുടർന്നാൽ, നിരോധനാജ്ഞ ലംഘിച്ച് ഇവിടെ തുടർന്നാൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് പോലീസ് പലതവണ CJP പ്രവർത്തകർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ആ മുന്നറിയിപ്പ് മറികടന്നുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ എന്തായാലും ഈ ഒരു സമരപ്പന്തൽ സമരവേദി തിരിച്ചു പിടിച്ചിരിക്കുന്നത്. പോലീസ് ഈ സമരവേദി പൊളിച്ചു നീക്കിയതിന് പിന്നാലെ വലിയ രീതിയിലുള്ള ഒരു കാവൽ ഇവിടെ ഏർപ്പെടുത്തിയിരുന്നു. ആർക്കും ഇങ്ങോട്ട് കടക്കാൻ സാധിക്കാത്ത രീതിയിൽ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഉൾപ്പെടെ ഇതിന് കാവൽ നിന്നിരുന്നു. ആ കാവലെല്ലാം മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ എന്തായാലും ഡൽഹി ജന്തർ മന്ദറിലെ സമരപ്പന്തൽ തിരിച്ചു പിടിച്ചിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ അടുത്ത സമര പരിപാടി, നാളെ സൂര്യൻ ഉദിച്ചാൽ എങ്ങനെയായിരിക്കണം സമരം മുന്നോട്ട് പോകേണ്ടത് എന്നത് സംബന്ധിച്ച സമര പരിപാടികൾക്ക് CJP പ്രവർത്തകർ തീരുമാനം നൽകും.
രൂപം നൽകും. എന്തായാലും ഇടതു പാർട്ടി നേതാക്കൾ ഈ രാത്രി വൈകിയ വേളയിലും ഡൽഹി ജന്തർ മന്ദറിലെത്തി അഭിജിത് ദീപ്ക അടക്കമുള്ള CJP പ്രവർത്തകരെയും നേതാക്കളെയും കണ്ട് അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഡി രാജ എത്തിയിരുന്നു, ആനി രാജ എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ CPIM-ന്റെ രാജ്യസഭയിലെയും ലോക്സഭയിലെയും കക്ഷി നേതാക്കൾ എത്തിയിരുന്നു. അങ്ങനെ അവരെത്തി പരിക്കേറ്റ വിദ്യാർത്ഥികളെയും സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും രാത്രി ഉൾപ്പെടെ പോലീസ് ജന്തർ മന്ദറിൽ റൂട്ട് മാർച്ച് നടത്തുന്നുണ്ട്. പക്ഷേ ആ റൂട്ട് മാർച്ച് ഒന്നും തന്നെ വിദ്യാർത്ഥികളെ ഭയപ്പെടുത്താൻ പോകുന്നതല്ല എന്ന് തന്നെയാണ് ജന്തർ മന്ദർ തിരിച്ചുപിടിച്ചതിലൂടെ അവർ തെളിയിച്ചിരിക്കുന്നത്. പൂജ, അതെ, ശരിയാണ്. എന്തായാലും ഇതിനെല്ലാം അനുമതിയൊക്കെ നൽകിയപ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഇവരിതെല്ലാം തുടങ്ങിയപ്പോഴത്തേക്കും ഇത്രയും വലിയ രീതിയിൽ പ്രതിഷേധം കടുപ്പിക്കുമെന്നോ അത്രയും വലിയ സംഭവ വികാസങ്ങൾ അവിടെ ഉണ്ടാകുമെന്നോ ഒരുപക്ഷെ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. CJP കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ശക്തി തെളിയിക്കുന്നത് തരത്തിലായിരുന്നു കാര്യങ്ങൾ ഓരോന്നും പോയത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നത് വരെ ഇനി പിന്നോട്ടില്ല എന്നും കൂടുതൽ ശക്തമായി തന്നെ സമര പരിപാടികളുമായി പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് CJP ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്.